കൊച്ചി കാക്കനാട് ഫ്ളാറ്റ് നിവാസികൾക്ക് കൂട്ടത്തോടെ ഛർദിയും വയറിളക്കവും. കാക്കനാട് ഫ്ളാറ്റിലെ 100 കണക്കിന് പേർ ആശുപത്രികളിൽ ചികിത്സ തേടി. കുടിവെള്ളത്തിൽ നിന്നാണ് രോഗം പടർന്നത് എന്നാണ് സംശയം. എസ് അരുൺ ശങ്കർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അരുൺ, ഏതാണ്ട് 200-300ഓളം ആളുകൾ ഈ ഫ്ളാറ്റിൽ അസുഖബാധിതരായി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എങ്ങനെയാണ് ഇത് പടർന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സാമ്പിളുകളടക്കം ശേഖരിച്ചിട്ടുണ്ടോ? പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ ജലത്തിൽ നിന്നാണ് ഈ ആരോഗ്യ പ്രശ്നം ഉണ്ടായി എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യവകുപ്പ് ഇവിടെ എത്തി ജലം ശേഖരിച്ചത്. പക്ഷേ അതിനു മുമ്പ് സ്വന്തമായി നടത്തിയ പരിശോധനയിലാണ് വെള്ളത്തിൽ ഈക്കോളി ബാക്ടീരിയയുടെ അളവ് കൂടുതലായിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നത്. അതാണിപ്പോൾ ഈ ഛർദിക്കും വയറിളക്കത്തിനും കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. ആരോഗ്യവകുപ്പ് അത്തരം പരിശോധനകളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഫ്ളാറ്റിൽ ഏകദേശം 1200-ലധികം ആളുകൾ താമസിക്കുന്നുണ്ട്. അതിൽ തന്നെ 150-ലധികം പേർക്കാണ് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്, ഛർദിയും വയറിളക്കവും ഉണ്ടായത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് ഇവിടെ ഒരു ഹെൽത്ത് ക്യാമ്പ് ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എങ്ങനെയാണ് ഈ ജലം മലിനമായത് എന്നുള്ളത് കണ്ടെത്താൻ കഴിയുള്ളൂ. പലതരത്തിലുള്ള ഉറവിടത്തിൽ നിന്നുള്ള വെള്ളം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ വെള്ളമുണ്ട്, അതോടൊപ്പം തന്നെ മഴവെള്ള സംഭരണിയിൽ നിന്നുള്ള വെള്ളമുണ്ട്, ഈ കുഴൽക്കിണറിൽ നിന്നുള്ള വെള്ളമുണ്ട്, സാധാരണ കിണറിൽ നിന്നുള്ള വെള്ളമുണ്ട്. അങ്ങനെ 4-5 ഉറവിടത്തിൽ നിന്നുള്ള വെള്ളമാണ് ഇവ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നുള്ള വെള്ളമാണ് ഇങ്ങനെ മലിനമായത് എന്നുള്ളത് കണ്ടെത്തേണ്ടത്. നിലവിൽ ഈ സ്രോതസ്സിൽ നിന്നുള്ള വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല, പകരം ഈ ടാങ്കിൽ കൊണ്ടുവരുന്ന വെള്ളമാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും ഇത് കൂടുതൽ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ എവിടെ നിന്നുള്ള വെള്ളമാണ് മലിനമായത് എന്നുള്ളത് കണ്ടെത്താൻ കഴിയുള്ളൂ. നിലവിൽ ആരും ആശുപത്രി ചികിത്സയിലില്ല എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ആർക്കും ഉണ്ടായിട്ടില്ല. സാധാരണ പോലുള്ള ഛർദിയും വയറിളക്കവുമാണ് ഉണ്ടായത്. അവരൊക്കെ തന്നെ ഇപ്പോൾ അതിൽ നിന്ന് മുക്തമായിട്ടുണ്ടെന്നുള്ളതാണ്. ആരോഗ്യവകുപ്പ് അവിടെ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ, ഛർദിയും വയറിളക്കവും ഉള്ള ആളുകൾ ആശുപത്രിയിൽ കാണേണ്ട, അല്ലെങ്കിൽ ആരോഗ്യ വിഭാഗത്തിന്റെ ഒരു അഭിപ്രായം തേടേണ്ട ആവശ്യമില്ലേ? ഇത് എപ്പോഴാണ്, എങ്ങനെയാണ് മുന്നോട്ട് പോകാമെന്ന് അറിയാൻ കഴിയില്ലല്ലോ. ഒരു നിർദ്ദേശവുമില്ലേ? ഈ കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇവിടെ താമസിക്കുന്നവർക്ക് നേരിട്ടത്. ഈ മാസം ആദ്യവും സമാനമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവിടെ താമസിക്കുന്നവർക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ആരോഗ്യവകുപ്പിനെ ഈ വിഷയത്തെക്കുറിച്ച് അറിയിപ്പ് നൽകുന്നത്. അതിനെ തുടർന്നാണ് DMO ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തുകയും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് ഇവിടെ എത്തി സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു. അത് അവർ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തൃക്കാക്കര നഗരസഭയുടെ വകുപ്പൊക്കെ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവരും കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ്. അതിനുശേഷം മാത്രമേ ഇത് എങ്ങനെ മലിനമായി, ഏത് വെള്ളമാണ് മലിനമായത് ഉൾപ്പെടെയുള്ളവ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ശരി, എസ് അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. കാക്കനാട് ഫ്ളാറ്റിൽ ഏതാണ്ട് 150ഓളം ആളുകൾക്കാണ് ഛർദിയും വയറിളക്കവും അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. കുടിവെള്ളത്തിൽ നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വെള്ളത്തിന്റെ സ്രോതസ് പലതാണ്, അതുകൊണ്ട് തന്നെ അത് കൂടുതൽ പരിശോധന ആവശ്യമാണ്. കുടിവെള്ളത്തിൽ നിന്നാണ് രോഗബാധയെന്ന് പറയാനാകില്ല എന്നാണ് ഫ്ളാറ്റ് അസോസിയേഷൻ സെക്രട്ടറി പറയുന്നത്. ആരുടെയും ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വിശദമായ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ വെള്ളത്തിന്റെ പ്രശ്നമാണോ എന്ന് സ്ഥിരീകരിക്കാനാകൂ എന്നും ഫ്ളാറ്റ് അസോസിയേഷൻ സെക്രട്ടറി മധുസൂദനൻ പറഞ്ഞു. All our water tanks have been cleaned, have been recharged with new fresh water from tanker load. There is no possibility of an increase in this issue. Whatever has happened has been rectified. കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാണ്. എസ് അരുൺ ശങ്കർ ആളുകൾക്കൊപ്പം നമ്മളോടൊപ്പം ചേരുകയാണ്. അരുൺ, എന്താണ് ആളുകൾ പറയുന്നത്? 29/5 ഇവിടുത്തെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 29/5 ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ ഈക്കോളി പ്രസൻസ് കാണിച്ചിട്ടുണ്ട്. വെള്ളം നോട്ട് ഗുഡ് എന്നുള്ളത് അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടോ ഇവിടുത്തെ അതോറിറ്റീസ് എല്ലാവരും അത് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അതിനുശേഷം ഇത് രൂക്ഷമായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. ഇന്നലെ മാത്രം ഓരോ ബ്ലോക്കിലും 35 അപ്പാർട്ട്മെന്റ് എഫക്റ്റഡാണ്. ഇന്നലെ കണക്കെടുത്ത പ്രകാരം ഞാൻ ക്യൂ ബ്ലോക്കിലാണ്. ക്യൂ ബ്ലോക്കിൽ ഇന്നലെ 35 അപ്പാർട്ട്മെന്റിലെ ആൾക്കാർ എഫക്റ്റഡാണ്. അത് കണക്ക് 300 അതിൽ കൂടുതലാണ്. അതിലെ സൺറൈസിലെ സൂപ്രണ്ടിന്റെ മെസ്സേജ് പ്രകാരം മിഞ്ഞാന്ന് 42 ആൾക്കാരാണ് മിഞ്ഞാന്ന് മാത്രം അവിടെ പോയിട്ടുള്ളത്, അഡ്മിറ്റ് ആയിട്ടുള്ള പകുതി ആൾക്കാർ. അപ്പോൾ ഇത് എങ്ങനെയാണ് വന്നത്? ടാങ്കർ വാട്ടറിൽ നിന്നാണോ വന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ കിണറിലെ വെള്ളത്തിൽ നിന്നാണോ, അത് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. അത് സെപ്പറേറ്റ് ചെയ്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുമില്ല. ഇത് സിറ്റുവേഷൻ ഇത്തിരി ഒരു പാനിക്കാണ്. പാനിക്കല്ല, എല്ലാവരും ഓക്കെയാണ്, എവരിത്തിങ് അണ്ടർ കൺട്രോൾ എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ളതല്ല. അതൊരു സ്റ്റേറ്റ്മെന്റ് ശരിയല്ല, മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. വയസ്സായിട്ടുള്ള ആൾക്കാർ ഒരു G ബ്ലോക്കിൽ ഒരു പ്രായമുള്ള അവരൊക്കെ ഹോസ്പിറ്റലിൽ റിലാക്സ് ചെയ്തിട്ട് ഹോസ്പിറ്റലിലാണ്. കുട്ടികൾ ഇന്നലെ ക്യൂ ബ്ലോക്കിൽ വയസ്സായിട്ടുള്ള ആൾ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ അവിടുത്തെ ലിഫ്റ്റിലൊക്കെ ഛർദ്ദിക്കുക.
ലിഫ്റ്റിന് പുറത്തൊക്കെ ഛർദ്ദിക്കുക. ഇതൊക്കെ ഒരു എന്താ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പം ഇന്നലെ രാത്രി എൻ്റെ മൂത്ത മകൾക്ക് തുടങ്ങി, ഇന്ന് രാവിലെ ചെറിയ ആൾക്ക് തുടങ്ങി. ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കണം. നമ്മളിപ്പോൾ ബോയിൽ ചെയ്ത വാട്ടറാണ് എല്ലാം കുടിക്കുന്നത് കഴിഞ്ഞ 3-4 ദിവസമായിട്ട്. എന്നിട്ട് പോലും ഇത് കണ്ടിന്യൂ ചെയ്യണം. ഇന്ന് രാവിലെ തുടങ്ങണമെങ്കിലോ? ഇതിലിപ്പോൾ അസോസിയേഷൻ അവർ പറഞ്ഞത് ഈ വെള്ളമെല്ലാം ആരോഗ്യവകുപ്പ് പറഞ്ഞതനുസരിച്ച് മാറ്റി. ആരോഗ്യവകുപ്പ് ഇന്നലെയാണ് വന്നിട്ടുള്ളൂ. ഇന്നലെ ഉച്ചയ്ക്ക് ആരോഗ്യവകുപ്പ് ഇന്നലെ ഉച്ചയ്ക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. ഇന്നലെ ഉച്ചയ്ക്ക് വന്നിട്ട് പറഞ്ഞ പ്രകാരം എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ബോയിൽഡ് വാട്ടർ. ഒരുമാതിരി എല്ലാ അപ്പാർട്ട്മെന്റിലും RO വിത്ത് UV എല്ലാവരും അതാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ബോയിൽഡ് വാട്ടറിൽ നിന്ന് ഇന്നലെയാണ് ആരോഗ്യവകുപ്പ് ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ്. ഇപ്പോഴും ആരോഗ്യവകുപ്പ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയിട്ടേ ഉള്ളൂ. എന്താണ് റൂട്ട് കോസ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. അതിനനുസരിച്ചിട്ടുള്ളൊരു ഡയഗ്നോസ് ചെയ്തിട്ടുള്ളൊരു ട്രീറ്റ്മെന്റോ അതിനനുസരിച്ചിട്ടുള്ളൊരു പ്രിക്കോഷനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ ഉച്ചയ്ക്കാണ് എല്ലാവരും വന്നിട്ടുള്ളത്. ഈ മെയിലല്ലേ ചേട്ടൻ വെള്ളം 29-5 അപ്പൊ അന്ന് അയക്കാൻ കാരണം എന്താ? എന്ത് സംശയം തോന്നിയിട്ടാണ് അയച്ചത്? അത് ഇതേമാതിരി എന്തോ ഈ ആൾക്കാർക്ക് സൂക്കട്ട് റിപ്പോർട്ട് ചെയ്ത സമയത്താണ്. ആ സമയം തൊട്ട് തന്നെ ആളുകൾ 24-ന് വെള്ളം കൊണ്ടുപോയി, 25-ന് ടെസ്റ്റ് ചെയ്തു, 29-ന് റിപ്പോർട്ട് വന്നു. അപ്പൊ അന്ന് തൊട്ട് തന്നെ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല എന്നൊന്നും. അല്ല, അത് ഒരു ഫോറത്തിലും ജനങ്ങളെ അറിയിച്ചിട്ടില്ല. പിന്നെ അതാ 29-5 കൊടുത്തതായിട്ട് റിപ്പോർട്ടുണ്ട്. അല്ല, അത് അവർ അതിനുള്ള ട്രൈ ചെയ്തു എന്നാണ് പറയുന്നത്. അവർ അതിനനുസരിച്ച് ട്രൈ ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ സിറ്റുവേഷൻ അത് കുറഞ്ഞിട്ടില്ല. ജനങ്ങളാരും റിപ്പോർട്ട് കണ്ടിട്ടില്ല. അവരതിന് റിപ്പോർട്ട് കിട്ടിയെന്ന് സമ്മതിക്കുന്നുണ്ട്. റിപ്പോർട്ടിനനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. സിറ്റുവേഷൻ കണ്ടിന്യൂസ്. അതാണ് സ്ഥിതി. അല്ല, അവരതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവാം. അത് പരിഹരിച്ചിട്ടില്ല. ആ സിറ്റുവേഷൻ ഇതേമാതിരി കണ്ടിന്യൂ ആണ്. പരിഹരിച്ചിട്ടില്ല. പക്ഷെ അത് ചെയ്തില്ല എന്നുള്ളത് ചെയ്തു എന്ന് പറയുന്നു. അത് ഫലപ്രദമായില്ല. എന്തായാലും എബോ 500 ഉണ്ട്. കണക്ക് പ്രകാരം ഇന്നത്തെ കണക്ക് നോക്കാൻ തന്നെ എബോ 500 ഉണ്ട്. ഓരോ ബ്ലോക്കിലും 35-40 അപ്പാർട്ട്മെന്റ് അഫക്റ്റഡ് ആണ്. അതിൽ കുട്ടികളുണ്ടാവും, പാരന്റ്സ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അരുൺ ശങ്കർ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. നേരത്തെ അരുൺ, ഇപ്പോൾ ഫ്ലാറ്റിന്റെ അസോസിയേഷൻകാരൊക്കെ നേരത്തെ പറഞ്ഞിരുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആയിട്ടുണ്ട്, ആളുകൾ ഈ പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഒക്കെ മുക്തരായിട്ടുണ്ട് എന്നാണ്. അങ്ങനെയല്ല കാര്യങ്ങൾ എന്നാണോ ഇപ്പോൾ അവിടുത്തെ അന്തേവാസികൾ പറയുന്നത്? അതെ, അവിടുത്തെ താമസക്കാരൻ തന്നെ വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിലെ ഈ സാഹചര്യം നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് പോലും പലർക്കും ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം സംസാരിച്ച അദ്ദേഹത്തിന്റെ മക്കൾക്ക് പോലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അസോസിയേഷൻ പറയുന്നത് നേരത്തെ തന്നെ ഇത് കണ്ടെത്തുകയും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളം നിർത്തിയിട്ടുണ്ട്. അതായത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കുന്നത് നിർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കിണറിൽ നിന്നും കുഴൽക്കിണറിൽ നിന്നും മലവെള്ള സംഭരണിൽ നിന്നൊക്കെയുള്ള വെള്ളം ഉപയോഗിക്കുന്നത് നിർത്തിയിട്ടുണ്ട്. പകരം ഈ ടാങ്കിൽ കൊണ്ടുവരുന്ന വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വാട്ടർ ബോട്ടികളെല്ലാം ക്ലീൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിലെ പ്രശ്നത്തിന് പരിഹാരമായിട്ടുണ്ട് എന്നുള്ളൊരു വാദമാണ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇവിടുത്തെ തന്നെ അന്തേവാസികൾ പറയുന്നത് അങ്ങനെയല്ല, സാഹചര്യം നിയന്ത്രണ വിധേയമായിട്ടില്ല. ഇപ്പോഴും പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്. കുട്ടികൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഛർദിയും വയറിളക്കവും ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രായമായവർക്ക് ആ ഒരു സാഹചര്യം കുറച്ച് ഗുരുതരമാണ് എന്നുള്ളതും പറയുന്നുണ്ട്. ആശുപത്രികളൊക്കെ ചികിത്സ തേടിയെന്ന് പറയുന്നുണ്ട്. എന്തായാലും ആരോഗ്യവകുപ്പ് വളരെ വൈകിയാണ് ഈ സംഭവത്തിൽ ഇടപെടുന്നത് എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പലർക്കും കണ്ടു തുടങ്ങുന്നത്. അതിനെ തുടർന്ന് അടുത്ത ദിവസം തന്നെ വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. സ്വന്തമായിട്ടാണ് ഒരാൾ വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചത്. അതിനാണ് ഇപ്പോൾ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുന്നത്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും കഴിഞ്ഞ ദിവസം മാത്രമാണ് ആരോഗ്യവകുപ്പിന് ഈ വിവരം അറിയിക്കുകയും അവരുടെ എത്തി സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും നിലവിൽ തൃക്കാക്കര നഗരസഭ അധികൃതരും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ളവർ ഈ ഫ്ളാറ്റിലെത്തി ജലം ശേഖരിക്കുന്നുണ്ട്. അത് പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട്. നിലവിൽ പക്ഷേ അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.